പറയാൻ പോകുന്നത് അമാനുഷികതയ്ക്ക് പേരുകേട്ട തെലുങ്ക് സിനിമാ ലോകത്ത് വളരെ ചുരുക്കമായി മാത്രം കണ്ടുവരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ത്രില്ലർ സിനിമകളിലെ കഴിഞ്ഞ 5 വർഷങ്ങളിലെ ഏറ്റവും മികച്ച സിനിമാ സീരീസിനെ കുറിച്ചാണ്. ഹിറ്റ് യൂണിവേഴ്സ്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന ഈ യൂണിവേഴ്സിലെ 2 സിനിമകളാണ് ഇതുവരെ പുറത്തിറങ്ങിയത്. ഹിറ്റ് ദി ഫസ്റ്റ് കേസ്, ഹിറ്റ് ദി സെക്കൻഡ് കേസ് എന്നിവ. മൂന്നാമത്തെ സിനിമ ഹിറ്റ് ദി തേർഡ് കേസ് ഈ മെയ് 1 റിലീസ് ആവുന്നുണ്ട്. ഹിറ്റ് ദി തേർഡ് കേസിനെ കുറിച്ച് എനിക്കുള്ളത് വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ടുകൂടിയാണ് ഹിറ്റ് യൂണിവേഴ്സിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ഹിറ്റിലെ ഒരു സിനിമ പോലും കാണാത്തവർക്ക് ഇതൊരു റിവ്യൂ ആയും കാണാവുന്നതാണ്. ഹിറ്റിലെ ഒരു സിനിമ മാത്രമായി കണ്ടവർ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഒരെണ്ണം കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തേതും കണ്ടിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. ഒരു ത്രില്ലർ സിനിമ ഒരു പെർഫെക്റ്റ് ത്രില്ലർ സിനിമ എക്സ്പീരിയൻസ് ആവുന്നതിന് കുറച്ച് ക്രൈറ്റീരിയകൾ ഉണ്ടെന്ന് ജനറലി നമുക്ക് പറയാം. 10 പോയിന്റുകളായി ഇതിനെ ചുരുക്കാം. ഒരു ഗ്രിപ്പിംഗ് ഓപ്പണിംഗ് സീനിൽ തുടങ്ങി ലെയേർഡ് ഷെയ്ഡ്സ് ഉള്ളൊരു ക്രൈം ഇൻസിഡൻറ്റിലേക്ക് സ്മാർട്ടായിട്ടുള്ള എന്നാൽ കുറവുകളുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റർ എത്തുന്നതും തുടർന്ന് പ്രേക്ഷകനിലേക്ക് ഒരേ സമയം ഇമോഷണലായും എന്നാൽ ട്വിസ്റ്റുകളോടും കൂടി നീങ്ങുന്ന സംഭവങ്ങളും നീട്ടിവെക്കപ്പെടുന്ന ഹിഡൻ ക്ലൂസിലൂടെ അവസാനം ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ്. ഈ പോയിന്റ്സ് ഓരോന്നും ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. 1. ഗ്രിപ്പിംഗ് ഓപ്പണിംഗ് സീൻ. ആദ്യത്തെ 5 മുതൽ 10 വരെ മിനിറ്റിനുള്ളിൽ പ്രേക്ഷകനെ സീറ്റിൽ പിടിച്ചിരുത്തുന്ന ഒരു ഹുക്ക്. ഓഡിയൻസിന്റെ അറ്റൻഷൻ മിനിറ്റുകൾക്കുള്ളിൽ പിടിച്ചിരുത്തണം. ഒരു ഇരുണ്ട രാത്രിയിൽ നടക്കുന്ന ഒരു ഹോണ്ടിങ് ക്രൈം ആവാം, നോർമൽ ലൈഫിനെ പിടിച്ചു കൊലുക്കുന്ന ഒരു മിസ്റ്റീരിയസ് ഫോൺ കോൾ ആവാം, പബ്ലിക് പ്ലേസിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു അപ്രതീക്ഷിത സംഭവമാകാം. ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് പ്രേക്ഷകന്റെ മുൻപിലേക്ക് ആൻസർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുകയാണ്. ഒന്നല്ല ഒന്നിലധികം ചോദ്യങ്ങൾ. ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനേക്കാളുപരി പ്രേക്ഷകനെ ആ ലോകത്തേക്ക് കൊണ്ടുചെല്ലുകയാണ് ചെയ്യുന്നത്. നമുക്ക് തോന്നിപ്പോകും എന്തോ അപകടം വരാൻ പോകുന്നു എന്ന്. അത്രയധികം ഇമേഴ്സ് ചെയ്യിക്കുന്ന ഗ്രിപ്പിംഗ് ഓപ്പണിംഗ് സീൻസ് ഹിറ്റ് യൂണിവേഴ്സിലെ 2 സിനിമകളും മുൻപിലേക്ക് വെച്ചാണ് കഥ ആരംഭിക്കുന്നത്. 2. എ സ്മാർട്ട് ഫ്ലോഡ് ഇൻവെസ്റ്റിഗേറ്റർ. ഏതൊരു ക്രൈം ത്രില്ലറിൻ്റെയും ഇമോഷണൽ കോർ എന്നത് അതിൽ ഇൻവെസ്റ്റിഗേറ്ററാണ്. വളരെ ഷാർപ്പായ, ഒബ്സർവൻ്റായ, അനലിറ്റിക്കൽ സ്കില്ലുള്ള എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സാധാരണക്കാരനായ കുറവുകളുള്ള ഒരു ക്യാരക്ടർ. അത്തരത്തിലുള്ളൊരു പ്രൊട്ടാഗോണിസ്റ്റിനെ വ്യത്യസ്തനാക്കുന്നത് അയാളുടെ ഇൻ്റലിജൻസ് മാത്രമല്ല, അയാളെ വൾണറബിൾ ആക്കുന്ന അയാളുടെ കുറവുകൾ കൂടിയാണ്. ചിലപ്പോൾ അവർ വേട്ടയാടപ്പെടുന്നത് ഒരു ട്രോമാറ്റിക് പാസ്റ്റിലൂടെ ആവാം, ഒരു അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലൂടെ ആവാം, നഷ്ടപ്രണയത്തിൻ്റെ വേദനയിലാവാം, ഉറ്റ സുഹൃത്തിനോടുള്ള സ്നേഹമാകാം, അങ്ങനെ എന്തും. ഇത്തരത്തിലുള്ള ഇംപെർഫെക്ഷൻസ് സ്റ്റോറി ടെല്ലിങ്ങിൽ ഒരു റിച്ച് കോംപ്ലക്സ് പേഴ്സണാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇവിടെ ഒരു കേസ് സോൾവ് ചെയ്യുക മാത്രമല്ല, തൻ്റെ കുറവുകളെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ വ്യക്തി കൂടിയായി പ്രൊട്ടഗോണിസ്റ്റ് മാറുന്നുണ്ട്. വ്യക്തിപരമായ ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽ കൂടി മറ്റാരും കാണാത്തത് കാണാൻ കഴിയുകയും മറ്റുള്ളവർ മിസ് ചെയ്തത് കണ്ടെത്തി കുത്തുകളെ യോജിപ്പിച്ച് പ്രേക്ഷകന് മുന്നിലേക്ക് വെക്കുമ്പോൾ കഥയുടെ ലെവൽ വളരെയധികം എലിവേറ്റഡ് ആയി പോകും. ഹിറ്റ് യൂണിവേഴ്സിൽ ഇതുവരെ വന്ന 2 സിനിമകളിലും പ്രധാന കഥാപാത്രങ്ങളായ ഓഫീസേഴ്സ് വിക്രം രുദ്രരാജുവും കൃഷ്ണദേവും വളരെ ഷാർപ്പായ കുറ്റാന്വേഷകരായിരുന്നിട്ടും അവർ വൾണറബിൾ ആകുന്ന സിറ്റുവേഷൻസ് ഗംഭീരമായി പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരിടത്തും പാളിപ്പോകാതെ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കാവുന്ന എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ച് ചില വഴികൾ പാതി അടയുമ്പോൾ മറ്റു വഴികൾ തുറക്കുന്നത് പ്രേക്ഷകന് തരുന്ന സിനിമാറ്റിക് എക്സ്പീരിയൻസ് വ്യത്യസ്തമാണ്. ഹിറ്റിൽ അത് വ്യക്തവുമാണ്. 3. എ കില്ലർ വിത്ത് ലെയേഴ്സ്. ഒരു തിന്മ നിറഞ്ഞ വില്ലനെ കാണിക്കാൻ ഹീനപ്രവൃത്തികൾ ഒരുപാട് ചെയ്തു കൂട്ടുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ട് കാര്യമില്ല. പ്രേക്ഷകന് മുൻപിലേക്ക് ഒരു മെമ്മറബിൾ ആന്റഗോണിസ്റ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വ്യത്യസ്തമായ ലെയറുകൾ ഉണ്ടായിരിക്കണം. അവരുടെ പ്രവൃത്തികൾക്ക് ന്യായീകരണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു ട്രാജിക് ചുറ്റുപാടിൽ വളർന്ന ഉൽപ്പന്നമായിരിക്കണം വില്ലൻ. പ്രേക്ഷകന് മുൻപിൽ വെക്കേണ്ടത് ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ വില്ലന്റെയും വിക്ടിമിന്റെയും മങ്ങിയ അതിര് കൊണ്ട് വേർതിരിച്ച ഒരു കഥാപാത്രമായിരിക്കണം. കഥയുടെ ചുരുളുകൾ അഴിയുമ്പോൾ ചതിക്കപ്പെട്ടവനായിരുന്നു, ഇരയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധം ക്യാരക്ടർ ഡയമെൻഷൻ കൊടുത്തിരിക്കണം. ഒരു നിമിഷത്തെ തോന്നലിൽ നാളുകളായി അടക്കി വെച്ചിരുന്ന ബലിമൃഗത്തിൽ നിന്ന് എന്ത് ഹീനപ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്ത മാനസികാവസ്ഥയിലേക്ക് നീങ്ങുന്ന വില്ലൻ കഥാപാത്രങ്ങളെ ഹിറ്റ് യൂണിവേഴ്സ് പ്രേക്ഷകന് തരുന്നതിൽ ഓൾമോസ്റ്റ് വിജയിച്ചു എന്ന് പറയാം, ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ കൂടി. 4. റെഡ് ഹെറിംഗ് ആൻഡ് മിസ്ഡയറക്ഷൻ. ഒരു മാസ്റ്റർഫുൾ ക്രൈം ത്രില്ലർ മികച്ചതാവുന്നത് പറയുന്ന കഥയിലെ സത്യസന്ധത നഷ്ടപ്പെടാതെ എന്നാൽ അതിനൊപ്പം പ്രേക്ഷകനെ മിസ്ഡയറക്റ്റ് ചെയ്യുന്നതിലൂടെയുമാണ്. അത് ചിലപ്പോൾ ഒരു ഫോൾസ് ലീഡിലൂടെ ആവാം, സസ്പീഷ്യസ് ക്യാരക്ടറിലൂടെ ആവാം, മിസ്ലീഡിംഗ് എവിഡൻസിലൂടെ ആകാം, ചില സംഭാഷണങ്ങളിലൂടെ ആവാം. റിയൽ കൾപ്രിറ്റിൽ നിന്നും പ്രേക്ഷകനെ ഡൈവേർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ സന്ദർഭങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് സിനിമയിൽ വളരെ അത്യാവശ്യമാണ്. മിസ്ഡയറക്ഷൻ ഒരു ട്രിക്കല്ല, പകരം ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ടൂളാണ്. കാരണം പലപ്പോഴും ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നേരിടേണ്ടി വരുന്ന കൺഫ്യൂഷൻ പ്രേക്ഷകർ അനുഭവിക്കേണ്ടതാണ്. മിക്ക ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളിലും പാളിപ്പോകുന്ന ഈ ഒരു വിഭാഗം ഹിറ്റ് യൂണിവേഴ്സിൽ അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. 5. റിയൽ സ്റ്റേക്സ് ആൻഡ് ഇമോഷണൽ ഡെപ്ത്.
കഥാപാത്രങ്ങളോടും കഥാസന്ദർഭങ്ങളോടും പ്രേക്ഷകന്റെ കരുതൽ നിലനിൽക്കുമ്പോഴാണ് ഒരു ഗുഡ് ത്രില്ലർ ഒരു ഗ്രേറ്റ് ത്രില്ലറായി മാറുന്നത്. ക്രിമിനലിനെ പിടിക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊരു പേഴ്സണലായ ഒരു ഇമോഷണൽ റെസൊണന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കഥപറച്ചിലായിരിക്കണം. നായകന് വളരെ വേണ്ടപ്പെട്ട ഒരു കഥാപാത്രം ഇരയായി മാറുക, ഇൻവെസ്റ്റിഗേറ്ററിന്റെ പാസ്റ്റിലെ ചില സംഭവങ്ങൾ നിലവിലെ കേസുമായി ബന്ധപ്പെട്ട് വരിക, കേസ് സോൾവ് ചെയ്ത് കുറ്റവാളിയെ കണ്ടെത്തേണ്ടത് ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമായി വരികയും അതിലൂടെ ഒരു കളക്റ്റീവ് ട്രോമയെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന നീതി നടപ്പാക്കേണ്ടി വരിക. ഇതെല്ലാം പ്രേക്ഷകരിൽ ഒരു ഇമോഷണൽ ഡെപ്ത് ഉണ്ടാക്കുന്നവയാണ്. ആര് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഒരു പവർഫുൾ ഹ്യൂമൻ സ്റ്റോറിയായി മാറുന്നത് നായകൻ എടുക്കുന്ന തീരുമാനങ്ങളും നായകനുണ്ടാവുന്ന നഷ്ടങ്ങളും പിന്നീട് നായകനുണ്ടാവുന്ന തിരിച്ചറിവുകളും റിയൽ ഇമോഷണൽ കോൺസിക്വൻസസ് ആയി മാറുമ്പോഴാണ്. വിക്രം രുദ്രരാജു ആവട്ടെ, കൃഷ്ണദേവ് ആവട്ടെ, ഹിറ്റിലെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് റിയൽ ഇമോഷണൽ വെയിറ്റ് ക്യാരി ചെയ്യുന്നവരാണ്. 6. ഹിഡൻ ക്ലോസ് ഇൻ പ്ലെയിൻ സൈറ്റ്. ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക പ്രേക്ഷകനും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇൻ്റലിജൻസ് അനുസരിച്ച് കഥാഗതികളെ വ്യത്യസ്തമായി കാണുവാനും സിനിമ തീരുന്നതിന് മുൻപ് തന്നെ കേസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നവരുമാണ്. അതായത് പ്രേക്ഷകൻ ഒരു റിവാർഡ് പ്രതീക്ഷിക്കുന്നു എന്നർത്ഥം. സബ്റ്റിൽ ഡീറ്റെയിൽസ് പ്ലേസ് ചെയ്യുകയും ബാക്ക്ഗ്രൗണ്ട് ഒബ്ജക്ട്സ് ഒരു നിമിഷത്തേക്ക് കാണിക്കുകയും ഇൻസിഗ്നിഫിക്കൻ്റായ ചില സന്ദർഭങ്ങൾ ഓർക്കാപ്പുറത്ത് വരുന്നതും ഒക്കെ പ്രേക്ഷകനുള്ള ക്ലൂസ് ആണ്. അവസാനം ട്വിസ്റ്റ് വെളിപ്പെടുമ്പോൾ ഇത്തരം രംഗങ്ങൾ വലിയ ക്യാൻവാസിലേക്ക് കൂട്ടിച്ചേർത്ത് പ്രേക്ഷകന് ആ ത്രിൽ എക്സ്പീരിയൻസ് ചെയ്യുവാനും കഴിയും. ഒരു റാൻഡം ഫൈനൽ ആക്ട് മുൻപിലേക്ക് വെക്കുകയല്ല, പകരം കഥയിൽ ഉടനീളം സഞ്ചരിച്ച് നേടിയെടുത്തതാണ് എന്നുള്ളൊരു ഫീൽ മാത്രമല്ല ഇതിലൂടെ തരുന്നത്, ആ സിനിമയുടെ റീവാച്ച് വാല്യൂ കൂട്ടുകയും കൂടിയാണ്. ഹിറ്റ് സിനിമ അത്തരത്തിലൊന്നാണ്. നിങ്ങൾക്കായി ഹിഡൻ ക്ലൂസ് അവിടെയും ഇവിടെയും തരുന്നുണ്ട്. അതിൽ നിന്ന് കണക്ട് ചെയ്യപ്പെടുന്ന സ്റ്റോറിയുമാണ്. 7. അറ്റ്മോസ്ഫറിക് സിനിമാറ്റോഗ്രഫി ആൻഡ് സൗണ്ട്. ഒരു ക്ലോസ്ട്രോഫോബിക് സെൻസും സസ്പെൻസും നിലനിർത്താൻ സിനിമാറ്റോഗ്രഫിയും സൗണ്ട് ഡിസൈനും വളരെ വലിയ റോളാണ് നിർവഹിക്കുന്നത്. മങ്ങിയ വെളിച്ചം, തീക്ഷ്ണമായ നിഴലുകൾ, മഴയിൽ കുതിർന്ന തെരുവുകൾ, ടൈറ്റ് ക്യാമറ ആംഗിൾ, ഭയാനകമായ സൗണ്ട് സ്കോർ, പെട്ടെന്നുള്ള നിശബ്ദത പ്രേക്ഷകരുടെ ടെൻഷനെ എലിവേറ്റ് ചെയ്യാനും സീറ്റ് എഡ്ജ് ത്രിൽ ഫീൽ തരുവാനും ഇതിനെല്ലാം കഴിയും. വെറുമൊരു ഡെക്കറേഷൻ എന്നതിനേക്കാൾ പ്രേക്ഷകനെ ഇമോഷണലി ഗൈഡ് ചെയ്യുന്ന ഓഡിയോ വീഡിയോ വിഷ്വൽസ്, അതും സന്ദർഭത്തിനനുസരിച്ച് കൃത്യമായി പ്ലേസ് ചെയ്തതിന് ഹിറ്റ് യൂണിവേഴ്സ് സിനിമകൾ ഒരു ഉത്തമ ഉദാഹരണമാണ്. 8. എ ഫിലോസഫിക്കൽ ആൻഡ് മോറൽ ഡിലെമ. വെറുമൊരു എൻ്റർടൈനിങ് മാത്രമല്ലാതെ ഒരു ചിന്തയെ ഉണർത്താൻ കഴിഞ്ഞാൽ അത്തരം ത്രില്ലർ സിനിമകൾ ട്രൂലി മെമ്മറബിൾ ആയി മാറും. കേസ് സോൾവ് ചെയ്തതിന് ശേഷവും ഫിലോസഫിക്കൽ അല്ലെങ്കിൽ മോറലായ ഒരു പ്രതിസന്ധി പ്രേക്ഷകന് മുൻപിലേക്ക് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ അത് നീതിയിൽ ഉറച്ച വില്ലനാവാം, അല്ലെങ്കിൽ വൈകാരികമായി പ്രവർത്തിച്ച ഡിറ്റക്റ്റീവ് ആവാം. ഇത്തരത്തിലൊരു ഗ്രേ ഷെയ്ഡ് പ്രേക്ഷകനെ തെറ്റും ശരിയും തിരിച്ചറിയേണ്ടി വരുന്ന പ്രതിസന്ധിയിലേക്ക് എത്തിക്കും. സൊസൈറ്റിയെക്കുറിച്ചും അതിലെ എത്തിക്സിനെക്കുറിച്ചും പ്രേക്ഷകനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കഥാസന്ദർഭങ്ങൾ മുൻപിലേക്ക് വെക്കുന്നിടത്ത് ഹിറ്റ് യൂണിവേഴ്സ് സിനിമകൾ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 9. എ ജോ ഡ്രോപ്പിംഗ് ട്വിസ്റ്റ്. മാസ്റ്റർഫുള്ളി എക്സിക്യൂട്ടഡ് ആയൊരു ജോ ഡ്രോപ്പിംഗ് ട്വിസ്റ്റ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിനെ എല്ലാത്തിനെയും റീവാല്യൂ ചെയ്യാൻ പ്രേക്ഷകനെ പ്രേരിപ്പിക്കുന്ന ഒന്ന്. അപ്രതീക്ഷിതമായൊരു കില്ലർ, ഒരു ക്യാരക്ടറിലെ ഹിഡൻ ഐഡന്റിറ്റി, ഒരു ഡീപ്പർ കോൺസ്പിറസി, ഇങ്ങനെ എന്തുമാവാം. സർപ്രൈസിനേക്കാൾ ഉപരി വിശ്വാസ്യത നിലനിർത്തുന്ന ട്വിസ്റ്റ് ആയിരിക്കണം, ഷോക്കിംഗ് ആയിരിക്കണം, എന്നാൽ കഥയിൽ ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ഇഴുകി ചേർന്നതായിരിക്കണം. കൂടാതെ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്ന പ്രേക്ഷകന് സംതൃപ്തി ഉണ്ടായിരിക്കണം. ഹിറ്റ് യൂണിവേഴ്സിലെ ജോ ഡ്രോപ്പിംഗ് ട്വിസ്റ്റുകൾ ഉറപ്പായും ഈ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചതാണ്. നിങ്ങളെ ഞെട്ടിക്കും, ഒരു പരിധിവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. 10. എ ലിങ്കറിങ് ആഫ്റ്റർ ടേസ്റ്റ്. ഒരു അൺസെറ്റിലിംഗ് ആയ ഫൈനൽ ഷോട്ട് റിവീൽ ചെയ്ത് പ്രേക്ഷകന്റെ മനസ്സിൽ കയറിക്കൂടുന്ന, ഈ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പെർഫെക്റ്റ് കൺക്ലൂഷൻ, അത് അത്യാവശ്യമാണ്. ചിലപ്പോൾ കേസ് ജയിച്ച ഇൻവെസ്റ്റിഗേറ്റർക്ക് അപ്രതീക്ഷിതമായി പ്രിയപ്പെട്ട ഒന്നും നഷ്ടപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു തുടർ കേസിലേക്ക് അയാൾ എത്തിപ്പെട്ടിരിക്കാം. തന്നേക്കാൾ മികച്ചൊരു വില്ലനോ മറ്റൊരു നായകനോ സിനിമയുടെ അവസാനം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ ഹിറ്റ് യൂണിവേഴ്സ് സിനിമകളിൽ ഒരു വലിയ ലോകമാണ് തുറക്കുന്നത്. ഈ പറഞ്ഞത് എല്ലാം ഉണ്ട്. ടെക്നിക്കലി ഒരു കേസ് സോൾവ് ചെയ്യുമ്പോൾ പ്രേക്ഷകനെ കാത്തിരിക്കാൻ മറ്റൊരു ലോകവും ആളുകളെയും ആമുഖപ്പെടുത്തിയാണ് ഓരോ സിനിമയും അവസാനിക്കുന്നത്. ഹിറ്റ് HIT എന്നാൽ ഹോമിസൈഡ് ഇൻ്റർവെൻഷൻ ടീം എന്നാണ്. തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തരായ മിടുക്കരായ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉള്ള വലിയൊരു ലോകം. അവിടേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഹിറ്റ് ദ ഫസ്റ്റ് കേസിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വിക്രം രുദ്രരാജു അല്ല, ഹിറ്റ് ദ സെക്കൻഡ് കേസിലെ KD എന്ന കൃഷ്ണദേവ്. ഒരേപോലെ ബുദ്ധിമാന്മാർ, പക്ഷെ വ്യത്യസ്തർ. അന്വേഷണ രീതികൾ മുതൽ ജീവിത രീതികളിൽ വരെ രാവും പകലും പോലെ വ്യത്യസ്തർ. വ്യത്യസ്തമായ കേസുകൾ. എഴുത്തിലെയും ഡയറക്ഷനിലെയും കൃത്യത ഒരു പുതുമുഖ സംവിധായകൻ എന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ ശൈലേഷ് കോലാനു ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫിയും മ്യൂസിക്കും മൂവി വാച്ചിങ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നത് പ്രേക്ഷകന് ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് തന്നുകൊണ്ടാണ്. അതിനൊത്ത ആക്ഷൻ രംഗങ്ങളും. 2 ചിത്രങ്ങളിലും അനാവശ്യമായ കഥാപാത്രങ്ങൾ ഇല്ല എന്നുള്ളത് മാത്രമല്ല, വ്യക്തമായ ലെയറുകളോട് കൂടിയ ഇന്റർ കണക്റ്റഡായ കഥാപാത്രങ്ങളാണുള്ളത്. ഹിറ്റ് ദി ഫസ്റ്റ് കേസിലെ
ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായ വിക്രം രുദ്രരാജുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വിശ്വക് സെൻ ആണ്. ദ സെക്കൻഡ് കേസിൽ കൃഷ്ണദേവ് ആയെത്തുന്നത് അതിവിശേഷാണ്. സെക്കൻഡ് കേസിന്റെ അവസാനം തേർഡ് കേസിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പുതിയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ചിത്രം അവസാനിക്കുന്നത്. ഈ വരുന്ന മെയ് 1 റിലീസ് ചെയ്യുന്ന ഹിറ്റ് ദി തേർഡ് കേസ് ഒരേ സമയം പ്രതീക്ഷ നൽകുന്നത് ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ഹിറ്റ് യൂണിവേഴ്സിലെ ശൈലേഷ് കൊലാനുവിന്റെ വെൽ റിട്ടൺ സ്റ്റോറിയും മേക്കിംഗ് ക്വാളിറ്റിയും ഒപ്പം അനൗൺസ് ചെയ്തിട്ടുള്ള കാസ്റ്റ് ലിസ്റ്റിലെ ആക്ടേഴ്സിന്റെ മുൻപ് കണ്ടിട്ടുള്ള അൺമാച്ച്ഡ് പെർഫോമൻസും തന്നെയാണ്. ഹിറ്റ് മൂവി സീരീസ് സിനിമകളുടെ യാതൊരു കഥയും കഥാസന്ദർഭങ്ങളും പറയാതെ ഒരു ത്രില്ലർ സിനിമയ്ക്ക് ആവശ്യമായ ബേസിക് ക്രൈറ്റീരിയ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ മൂവി എക്സ്പീരിയൻസിനെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. 2 സിനിമകളും ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. തേർഡ് പാർട്ട് വരുന്നതിന് മുമ്പ് കാണാൻ ശ്രമിക്കും. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.